പോപ്പിൻസിന് ശേഷം റെഡ് FM-ൽ ഇപ്പോൾ പഴംപൊരിയാണ് മടക്കുന്നത്. ഇതിന്റെ കാരണവുമായി മിഥുൻ. എന്താണ് മിഥുൻ സംഭവം? എന്നെ ഇപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്ന തീ നിൽക്കുന്ന കർത്തനേട്ടനുണ്ടല്ലോ, അത് സുനിലാണ്, ഇവിടുത്തെ വലിയ പുള്ളിയാണ്. ഈ സുനിലേട്ടൻ നമ്മളിവിടെ ഇത്രയും ആരോഗ്യവാന്മാരായ വിശക്കുന്ന ആന്തരികൾ ഉണ്ടായിട്ടും അവർക്കൊന്നും മിഠായിയും പഴംപൊരി മേടിച്ചു കൊടുക്കാതെ ഇവിടെ ചേച്ചിക്ക് പഴംപൊരി മേടിച്ചു കൊടുത്തിരിക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കാൻ പോയി എന്നെ അദ്ദേഹം ആ പഴംപൊരിയുള്ള എണ്ണയുള്ള കൈ കൊണ്ട് പിടിച്ചത് ഷർട്ടുമ്പോൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആർക്കും വാങ്ങിച്ചു കൊടുക്കാതെ ചേച്ചിക്ക് മാത്രം പഴംപൊരി വാങ്ങിക്കൊടുത്തു എന്നാണ് സുനിലേട്ടനെതിരെ ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും ഒടുവിലത്തെ ആരോപണം. എങ്ങനെ പ്രതികരിക്കുന്നു സുനിലേട്ടൻ? ഞാനത് നിഷേധിക്കുന്നു. ഞാനങ്ങനെ ഇതുവരെ ആർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ആർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് സുനിൽ പറയുന്നത്. എന്നാൽ മറ്റൊരാൾക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതായി കേട്ടിരുന്നു. ആ ആളിലേക്ക് ബിജോയ്ക്ക് പഴംപൊരി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതായി കേട്ടിരുന്നു സുനിലേട്ടൻ. സത്യമായിരുന്നു? കഴിഞ്ഞ ദിവസം സുനിലേട്ടൻ ഒരു പൈപ്പ് കേടാക്കി, അത് സർവീസ് ചെയ്തു. ഞാൻ അന്ന് സുനിലേട്ടൻ വാഗ്ദാനം ചെയ്തു നിനക്കും ദീപചേച്ചിക്ക് മേടിച്ചതാണ്. ഇന്ന് ഞാൻ പോലും അറിയാതെ ദീപചേച്ചിക്ക് മേടിച്ചു കൊടുത്തു. ദീപചേച്ചിക്കാണ് സുനിലേട്ടൻ പഴംപൊരി വാങ്ങിച്ചു കൊടുത്തത്. ദീപചേച്ചിയുടെ അഭിപ്രായങ്ങളിലേക്ക്. പഴംപൊരി ബിജോയ്ക്ക് വാങ്ങിക്കൊടുത്തില്ല, മറിച്ച് ദീപചേച്ചിക്ക് വാങ്ങിക്കൊടുത്തു സുനിലേട്ടൻ എന്നാണ് പറയുന്നത്. നേരാണോ? എന്താണ് അറിയാവുന്ന കഥ? അറിയാവുന്ന കഥകൾ എന്താണ്? ചേച്ചി ഇരുളിലേക്ക് അപ്രത്യക്ഷയായി. കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും തിരികെ എത്താം. ഈ പഴംപൊരി പ്രശ്നത്തിൽ കൂടുതൽ പേരുടെ പ്രതികരണങ്ങൾ. ആദ്യമായി ഡ്രൈവർ വിൻസെന്റ്. നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുള്ളിക്ക് നേരമില്ല. പഴംപൊരി എന്ന് പറഞ്ഞാൽ സുനിലേട്ടന്റെ വീക്ക്നെസ്സാണ്. സ്ത്രീപക്ഷപാതിത്വമാണ് സുനിലേട്ടനെതിരെ വിൻസെന്റ് ആരോപിക്കുന്ന കുറ്റം. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. തികച്ചും പക്ഷപാതിത്വപരമായിട്ട് സുനിലേട്ടൻ പെരുമാറുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി ഈ പഴംപൊരി പ്രശ്നത്തിൽ സുനിലേട്ടനെതിരെയുള്ള ആരോപണം. പ്രോഗ്രാം ഹെഡും സ്റ്റേഷൻ ഹെഡുമായ നമിത എങ്ങനെ പ്രതികരിക്കുന്നു? എനിക്ക് ആക്ച്വലി സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്താ സംഭവം? സത്യത്തിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച നമിത മാമിനോടുള്ള ഉത്തരം കൂടിയാണ് അനീഷിന്റെ ഈ പുതിയ വെളിപ്പെടുത്തൽ. അനീഷ്, എന്താണ് പുതിയ കണ്ടെത്തൽ? ഓപ്പിൻസിന്റെ പ്രശ്നം തീരാണ്ട് മുന്നേ ഈ സുനിൽ എന്ന വ്യക്തി കാക്കനാട് അയോധ്യ ഹോട്ടലിൽ നിന്ന് പോയി പഴംപൊരി മേടിച്ചെന്നുള്ളതാണ് പുതിയ ആരോപണം. എന്താണ് ആരോപണം എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കും. കൂടുതൽ അഭിപ്രായങ്ങളിലേക്ക്. സ്റ്റേഷനിൽ എന്ത് നടന്നാലും തീർച്ചയായിട്ടും അതേ പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്ന നിലയിൽ പ്രതികരിക്കേണ്ടതുണ്ട്. റോജി, എന്താണ് പറയുന്നത്? അതായത് നമുക്ക് ഒരു ദിവസം ചോറ് വാങ്ങി തന്നാൽ അതിന്റെ പൈസയ്ക്ക് വേണ്ടി പുറകെ നടക്കുന്ന ഈ വ്യക്തി ഇവിടെ പോപ്പിൻസ്, ഇഞ്ചി മിഠായി തുടങ്ങിയ മിഠായികളെല്ലാം ഈ ചേച്ചിക്ക് വാങ്ങി കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു എന്താണ് നമ്മളെല്ലാവരും പുറന്തള്ളിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. ഇത് ശക്തമായി ഞാൻ ആരോപണങ്ങൾ അവസാനിക്കുന്നില്ല. സുനിലേട്ടനെതിരെ ഒന്നിനെതിരെ മറ്റൊന്ന്, അതിന് പിന്നാലെ മറ്റൊന്ന്. കൂടുതൽ ആരോപണങ്ങളുമായി നമുക്ക് തിരിച്ചു വരാം. ഇത് സൂപ്പർ ഹിറ്റ്സ് FM 93.5. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.